പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി. അച്ഛാ എന്നുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. കുറെ നാളായി വീഡിയോ എടുക്കണം പറഞ്ഞോണ്ടിരിക്കുന്നു, സമയം കിട്ടിയിട്ടില്ല അല്ലേ? കിട്ടിയത്. നമ്മൾ ഇപ്പോൾ ഉള്ളത് പാലക്കാട് വടക്കാഞ്ചേരിയിലാണ്. വളരെ മനോഹരമായി നമ്മുടെ അഖിൽ സാറിന്റെ വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് അകത്തേക്ക് പോകാം. ഇന്ന് ഞാനുള്ളത് പാലക്കാട് വടക്കഞ്ചേരിയിലാണ്. വളരെ മനോഹരമായി ഒരു പ്രൊജക്റ്റ് ഞങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ അഗസ്റ്റിൻ സാറിൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. ഈ വീട്ടിൽ ഞങ്ങൾ ഫെറോസിമെൻറ്റും കൂടാതെ മറൈൻ പ്ലൈവുഡ് 710 ഗ്രേഡ് BWP ആണ് മറൈൻ പ്ലൈവുഡും കൂടാതെ പ്രീലാമിനേറ്റഡ് MDF വെച്ചിട്ടാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതിമനോഹരമായ ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ നമ്മൾ കിച്ചന്, വർക്ക് ഏരിയ, സ്റ്റോർ റൂം, വാഷ് ഏരിയ കൂടാതെ സ്റ്റെയർ കേസിൻ്റെ അടിയിലിട്ടൊരു സ്റ്റോറേജ് യൂണിറ്റ്, ബെഡ്റൂം, വാർഡ്രോബ്സ് ഇവയൊക്കെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കൂടാതെ എൻ്റെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാം വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ TV യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ ഒരു പ്രെയർ ഏരിയയും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഓണർ കൂടിയായ അഗസ്റ്റിൻ സാറും വൈഫും നമ്മളോട് ഉണ്ട്. അച്ഛാ, നമ്മളെ അച്ചായനെ കണക്ട് ചെയ്ത് തന്നത് അച്ചായൻ്റെ മൂത്ത മകനായ ജയ്സാറാണ്. ജയ്സാർ യൂട്യൂബിലൂടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങളെ വിളിച്ചത് അല്ലേ? വിളിച്ച ഉടനെ തന്നെ ഞാനിവിടെ എത്തി. എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാമോ? 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഇവിടെ ഒന്ന് ജോലിക്ക് പിള്ളേർ ഇവിടെ ചെയ്യാൻ വന്ന പിള്ളേരും നല്ല സന്തോഷമായിട്ട് നല്ല സ്നേഹത്തോടെ ഇടപെട്ടത്. അവരിവിടെ ഇവിടെ തന്നെ താമസിച്ചു. അവർ സ്വന്തമായിട്ട് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് താമസിക്കുകയൊക്കെ ചെയ്തു. വളരെ ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നു. പിന്നെ അതേപോലെ തന്നെ 3-4 പേര് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ വീട് കാണാൻ വന്നില്ലേ പാലക്കാട് ഏരിയ? 5 ടീം വന്നു. 5 ടീം വന്നു. വന്നവർക്കെല്ലാവരും ഇഷ്ടപ്പെട്ടു. അവരെല്ലാം വളരെ നല്ലതാ എന്നുള്ള അഭിപ്രായം പറഞ്ഞാൽ പോയത്. അതുപോലെ തന്നെ നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ചെറുതായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തന്നു. അതെ, നമ്മളെ അത് ശരിയാക്കി തന്നു. അതെ, അത് ശരിയാക്കി എല്ലാം പോയി. ഇവിടെ വന്നാലും അത് പരിഹരിക്കാൻ വരുന്നവരും നല്ല രീതിയിലാണ്, നല്ല സ്നേഹത്തോടെ ഇടപെട്ടത്. നമ്മുടെ മുൻപരിചയക്കാരെ പോലെ അവർ ചെയ്തതല്ല. സംശയം പറഞ്ഞു തരും. അതെ. അപ്പോൾ നമ്മുടെ അഗസ്റ്റിൻ സാറും അതോടൊപ്പം തന്നെ ചേച്ചി എന്തെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പറയാനുണ്ടോ ഒരു അഭിപ്രായം? എനിക്ക് പറയാനുള്ളത് പിന്നെ നല്ല പെരുമാറ്റം. പിന്നെ അത് മാത്രമല്ല, ഇത് ഞങ്ങൾ 6 സഹോദരന്മാരാണ്. പപ്പയ്ക്ക് അവരുടെ സ്നേഹിതന്മാരൊക്കെ ഇത് കാണാൻ വന്നു. അവര് ഞങ്ങളുടെ ഇടവകയിൽ നമ്മുടെ ഇവിടുന്ന് പള്ളിയില് നമ്മുടെ ഏരിയയിലുള്ളവര് പലരും നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല തീർച്ചയായിട്ടും നമ്മുടെ ഈ അടുത്തുള്ളവരൊക്കെ വരുമ്പോ നമുക്ക് വർക്കൊക്കെ കണക്ട് ചെയ്ത് തരുമല്ലോ അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞു. ഓണർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും വർക്കൊന്ന് കണ്ടു നോക്കുക. മൂന്ന് ബെഡ്റൂം വാർഡ്രോബ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3 ഡോറിലൊരു വാർഡ്രോബും ഒരു ടേബിൾ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ബുക്ക് ഷെൽഫും ക്രമീകരിച്ചിരിക്കുന്നു. ഫെറോസിമെൻറ്റ് സ്ട്രക്ചർ, പ്രീലാമിനേറ്റഡ് MDF ആണ് ഡോറ്. നമുക്ക് ഡോർ തുറക്കുമ്പോൾ കാണാം ഫെറോസിമെൻറ്റ് സ്ട്രക്ചർ, ഷർട്ട് ഹാങ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂമാണത്. ഇവിടെയും നമ്മൾ 3 ഡോർ വാർഡ്രോബാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ടേബിൾ ക്രമീകരിച്ചിട്ടുണ്ട്, ഒരു ബുക്ക് ഷെൽഫ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഡോർ തുറക്കുമ്പോൾ കാണാൻ ഹാങ്ങിങ്ങുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ചർ. ഒരു കൺസീൽഡ് ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം വാർഡ്രോബ് കൂടി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്.
എൽ ഷേപ്പിലുള്ള ഒരു കിച്ചണാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആക്സറീസും കൊടുത്തിരിക്കുന്നു. ഫുൾ ലെങ്ത് പ്രൊഫൈൽ ഹാൻഡിലാണ് നമ്മൾ ഈ ഡോറിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു അപ്പർ ക്യാബിൻ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു സിങ്ക് ഡോർ, 2 സിങ്ക് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫെറോ സിമെൻറ്റ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതുകൂടാതെ ഒരു ലിഫ്റ്റിംഗ് ഡോർ ചെയ്തിട്ടുണ്ട്. അതും സോഫ്റ്റ് ക്ലോസ് ആണ്. ഹോബിൻ്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കട്ട്ലറി കപ്പ് ആൻഡ് സോസർ പ്ലെയിന് ഒരു ബോട്ടിൽ പുള്ളോട്ട് 3 ആക്സറീസ് വെച്ചിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡ് ആണ് ആക്സറീസ്. സോഫ്റ്റ് ക്ലോസ് ആണ്. ഒരു 3 ലെയർ ബോട്ടിൽ പുള്ളോട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ സിങ്കിനോട് ചേർന്ന് തന്നെ 2 പ്ലേറ്റ് ബാസ്ക്കറ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വർക്ക് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഒരു സ്റ്റോർ റൂം ക്രമീകരിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ലൈഡിംഗ് ഡോറാണ് നമ്മൾ ഈ സ്റ്റോർ റൂമിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. വുഡ് ഫിനിഷാണ് കളർ. കൂടാതെ ഒരു കൺസീൽഡ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ വർക്കിംഗ് സ്ലാബിൻ്റെ ഹൈറ്റ് ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു അപ്പർ ക്യാബിൻ ക്രമീകരിച്ചിരിക്കുന്നു. ഒരു സിംഗിൾ ബോൾ സിങ്കാണ്. അതിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഗ്ലാസ് ഡോറാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ ഒരു അപ്പർ ക്യാബിൻ കൂടി നമ്മൾ വർക്ക് ഏരിയയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ വർക്ക് ഏരിയയും കിച്ചണും തമ്മിൽ മനോഹരമായൊരു ആർക്കി ഡ്രൈവ് വുഡ് ഫിനിഷിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്റർഡെക്കർ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. ഓൾ കേരള നമ്മൾ സർവീസ് ഉണ്ട്. ഇതുകൂടാതെ പുതിയ വീഡിയോകളുടെ അപ്ഡേഷൻ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇന്റർഡെക്കർ ഇന്റീരിയേഴ്സ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.